പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എക്കാലവും ദൈവത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. എന്നും ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് 79 സങ്കീർത്തനത്തിന്റെ 9 വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ സങ്കീർത്തനക്കാരനായ ആസാഫ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. എന്താണിത് പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യമെന്ന് നമ്മൾ പഠിച്ചാൽ അതിന്റെ മുകളിലത്തെ വാക്യങ്ങളിൽ നമുക്ക് 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ വിഴുങ്ങിക്കളയുന്നൊരു ശക്തി, ശൂന്യമാക്കുന്നൊരു ശക്തി ഒരു ഭാഗത്ത് വെല്ലുവിളിച്ചടുക്കുമ്പോ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണേ. എന്താണ് ഇതിലെ ആത്മീക സന്ദേശം? മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് നാം എപ്പോഴും പഠിക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരികയാണ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലാണോ? നിങ്ങളൊരു ശാരീരിക പ്രശ്നത്തിലാണോ? നിങ്ങളൊരു മാനസിക പ്രശ്നത്തിലാണോ? ഒട്ടും കുലുങ്ങണ്ട. നീയും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങ്, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണേ. യാക്കോബിന്റെ നന്മയെ വിഴുങ്ങിക്കളയുന്ന ദുഷ്ടശക്തികൾ തനിക്കെതിരെ വെല്ലുവിളിച്ച് വരുമ്പോ ദൈവത്തിന് സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറയുക, ഹല്ലേലൂയ, നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. ഈ ദിവസങ്ങളിൽ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ സഹായിക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. നിശ്ചയമായും ദൈവം നിന്നെ സഹായിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോട് അവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരിക. നന്മയെ വിഴുങ്ങിക്കളയുന്ന, കുടുംബത്തെ വിഴുങ്ങിക്കളയുന്ന, ഭാവിയെ വിഴുങ്ങിക്കളയുന്ന ദുഷ്ടശക്തികൾ ഒരു വശത്ത് വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുന്ന കൃപ ഞങ്ങളിൽ ഓരോരുത്തവരുടെ മേലും പകരണം. കർത്താവേ, അങ്ങയുടെ സഹായം ഞങ്ങളുടെ മേൽ വരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഹായം നിന്റെ മേൽ ഉണ്ടാകും. ഗോഡ് ബ്ലസ് യു.